റിപ്പോർട്ടർ TV ചാനലിനെതിരെയും അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെയും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ, വിദേശ കൈമാറ്റ നിയമലംഘനങ്ങൾ, ഫെമ, GST വെട്ടിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണ ഏജൻസികൾ നടപടിക്ക് ഒടുങ്ങുന്നതോടെ ചാനൽ മാനേജ്മെൻറ്റും എഡിറ്റോറിയൽ വിഭാഗവും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളും കോടികളുടെ നികുതി കുടിശ്ശികയുമാണ് ചാനലിനെ നിയമ നടപടികളുടെ നിഴലിലാക്കിയിരിക്കുന്നത്. ED വരെ ചാനലിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും സാമ്പത്തിക ക്രമക്കേടുകൾ, കുറ്റകൃത്യങ്ങൾ പ്രതികളായവരും മാധ്യമ സ്ഥാപനങ്ങൾ കൈയാളുന്നതാണ് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള മറയാക്കരുതെന്നും ഉയർന്ന ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസി സമഗ്ര അന്വേഷണം വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഈ കേസുകളും സാമ്പത്തിക മുടങ്ങിയതോടെ ചാനലിലെ പ്രധാന ഓഹരി ഉടമകളെല്ലാം അവരുടെ പണം നിക്ഷേപം പിൻവലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിദേശ ധനസമാഹരണത്തിലും മാധ്യമ ഉടമസ്ഥതയിലും ED അന്വേഷണം തങ്ങളിലേക്ക് വരുമോ എന്ന് ഭയന്നുകൊണ്ട് അധികം പേരും നിക്ഷേപകരായിട്ടുള്ളവർ നിയമോപദേശം തേടി ചാനലിൽ നിന്ന് അവരുടെ പണം പിൻവലിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളും വിശ്വാസ തകർച്ച രൂക്ഷമായതോടെ എഡിറ്റോറിയൽ വിഭാഗത്തിലും കടുത്ത വിഭാഗീയതയും അസ്വസ്ഥനുണ്ടായിട്ടുള്ളത്. പ്രമുഖ എഡിറ്ററും അവതാരകനുമായ അരുൺകുമാർ സ്ഥാപനം വിടാൻ ഒരുങ്ങുന്നതായി സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്ത വന്നിട്ടുണ്ട്. മുൻപ് നേടിയ ജനപ്രിയ തുടർച്ചയായ വിവാദം കാരണം ചോർന്നു പോയതാണ് അദ്ദേഹത്തിനെ തീരാ പ്രതിസന്ധിയാക്കുന്നത്. നിയമക്കുരുക്കുകളും അതുപോലെ തന്നെ നിയമ നടപടികളും ഒക്കെ മുറുകുന്ന പശ്ചാത്തലത്തിൽ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പേരിൽ അമേരിക്കയിലെ സ്വകാര്യ കമ്പനിക്ക് 126 കോടി രൂപ കൈമാറിയ ഇടപാടിൽ 22.68 കോടി രൂപയുടെ GST അടച്ചില്ലെന്നാണ് പ്രധാന ആരോപണം. GSTയുടെ നിയമപ്രകാരം ഇൻവോയ്സ് തുകയുടെ നിശ്ചിത ശതമാനം കൃത്യസമയത്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിലും ചാനൽ മാനേജ്മെൻറ്റ് തുക അടയ്ക്കുകയോ GST വകുപ്പുകൾക്ക് വ്യക്തമായ നടപടി നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി മുന്നിൽ വന്നിട്ടുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകൾക്ക്, ഇപ്പോൾ ധനകാര്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, വിദേശകാര്യ വകുപ്പ്, കാരണം മറ്റൊരു രാജ്യത്തു നിന്ന് ആളെ കൊണ്ടുവരുന്നതാണ്. ഈ വകുപ്പുകളുമായി ബന്ധപ്പെടുത്തി ധാരാളമായി ഔദ്യോഗികമായി ഒരുപാട് കത്തുകളും കാര്യങ്ങളും അയക്കേണ്ടതുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഔദ്യോഗിക കത്തുകൾ ദുരുപയോഗം ചെയ്തതാണ്. റിസർവ് ബാങ്കിൽ നിന്ന് വിദേശ പണമിടപാട് അനുമതി ഇവർ കൈക്കലാക്കിയതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഗുരുതരമായ ഒരുപാട് ഫെമ നിയമത്തിൻ്റെ ലംഘനം, രാജ്യത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകളിലെ ലംഘനം, അങ്ങനെ തുടങ്ങി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാണ് അരുൺകുമാർ സംഘവും നിൽക്കുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അരുൺകുമാർ രാജിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. അരുൺകുമാർ പോകുന്നതിൻ്റെ പിന്നാലെ മാധവും സ്മൃതി പരുത്തിക്കാടും രാജിവെക്കുമെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചാനൽ വലിയ പ്രതിസന്ധിയിലേക്ക് അയക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വളരെ പ്രമുഖമായിട്ടുള്ള വാർത്ത. ഇതിനിടയിൽ ശ്രീകണ്ഠൻ നായരും രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ നമ്മുടെ സാബു, ഇവിടെ കിറ്റക്സിൻ്റെ സാബുവും ഒക്കെ ശക്തമായി അരുൺകുമാറിനും റിപ്പോർട്ടർ ചാനലിനെതിരെയും ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സാബുവും ശ്രീകണ്ഠൻ നായരും 24 ശ്രീകണ്ഠൻ നായരും BJPയുടെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ഇവരെല്ലാം ഉണ്ട്. അതിനിടയിൽ സനോജിനെ പോലെയുള്ള CPMലെ MLAമാരും മട്ടന്നൂർ MLA സനോജിനെ പോലെയുള്ളവർ, CPMൻ്റെ കുറച്ച് ആളുകൾ കൃത്യമായി ഈ അരുൺകുമാറിനെയും റിപ്പോർട്ടർ ചാനലിനെയും ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.